ഡോക്ടറെ, ഇപ്പോൾ മീരയ്ക്ക് എങ്ങനെയുണ്ട്? ദാ ഈ ഡ്രിപ്പ് കഴിഞ്ഞാൽ ഉടനെ പോകാം. വേറെ പേടിക്കാനൊന്നുമില്ലല്ലോ? ഏയ്, കുഴപ്പമൊന്നുമില്ല. മനു, ഞാൻ ഹോസ്പിറ്റലായ കാര്യമൊന്നും ഇവിടെ ആരോടും പറയണ്ട. അതെന്താ മീര നീ അങ്ങനെ പറഞ്ഞേ? അത് വീട്ടുകാരെല്ലാം അറിഞ്ഞാൽ ടെൻഷൻ അടിക്കും. വെറുതെ എന്തിനാ? ചേച്ചിയോട് നമ്മൾ പുറത്ത് കറങ്ങാൻ പോയതാണെന്ന് പറഞ്ഞാൽ മതി. ശരി, എന്നാ വാ, അകത്തോട്ട് പോവാം. അല്ല മക്കളെ, ഇതെന്താ നിങ്ങൾ ഇത്ര നേരം വൈകി? അതൊന്നുമില്ല ചേച്ചി, ഞങ്ങൾ പുറത്തെല്ലാം കറങ്ങി നടന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. മക്കൾ ഫുഡ് എന്തെങ്കിലും കഴിച്ചോ? ആ ചേച്ചി, ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ടാ വരുന്നേ. ആ, ചെറിയമ്മന്റെ ചിന്നൂട്ടി. ചെറിയമ്മ മറന്നുപോയല്ലോടെ പൊന്നെ. മോള് സങ്കടപ്പെടണ്ട കേട്ടോ. ചെറിയമ്മ കുറച്ച് കഴിഞ്ഞ് പുറത്ത് പോകുമ്പോൾ വാങ്ങിച്ചു തരാവേ. ഇല്ല, ചിന്നൂട്ടി പിണക്ക. പിണങ്ങല്ലടോ പൊന്നെ, ആള് ഭയങ്കര കലിപ്പിലാണല്ലോ. നീ അതൊന്നും കാര്യമാക്കണ്ട. നിങ്ങൾ എന്തായാലും അകത്തിരിക്കേ, ഞാൻ നിങ്ങൾക്ക് ലൈം എടുക്കാം. ശരി ചേച്ചി. ചിന്നൂസേ, മോക്ക് ചെറിയമ്മാവൻ കുറച്ച് കഴിയുമ്പോൾ കുറേ മുട്ടായി വാങ്ങിത്തരാമല്ലോ. ഓഹോ, അത് വല്ലാത്തൊരു വാശിയാണല്ലോ. മീരേ, എന്താ ചേച്ചി, നീ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നോ? അത് ചേച്ചി ജസ്റ്റ് ഒന്ന് തലകറങ്ങിയതാണ്. പേടിക്കാൻ മാത്രമൊന്നും ഇല്ലായിരുന്നു. എന്നാലും മനു, നിനക്കെങ്കിലും ഒന്ന് പറയായിരുന്നു. നിന്റെ ജാക്കറ്റിന്റെ പോക്കറ്റിൽ നിന്നാണ് എനിക്ക് കുറിപ്പ് കിട്ടിയത്. അത് ചേച്ചി ജസ്റ്റ് ഒന്ന് ഗ്ലൂക്കോസ് കയറ്റിയതേ ഉള്ളൂ. പിന്നെ മീരയും പറഞ്ഞു ചേച്ചിയെല്ലാം ടെൻഷൻ അടിക്കും, അതുകൊണ്ട് പറയണ്ടാന്ന്. ഞാൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു ചേച്ചി. പിന്നെ രാവിലെ മര്യാദക്ക് ഭക്ഷണം കഴിക്കാണ്ട് ഇറങ്ങിയതല്ലേ, അതുകൊണ്ടുണ്ടായ ചെറിയ പ്രോബ്ലം ആണ്. അതെങ്ങനെയാ? സമയത്ത് ഭക്ഷണം കഴിക്കില്ലല്ലോ. നീ വേഗം വാ, ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. അയ്യോ ചേച്ചി, എൻ്റെ വയറ് ഫുള്ളാണ്, ഞങ്ങൾ കഴിച്ചിട്ടാ വന്നേ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നീ വന്നേ, ഞാൻ സാലഡ് ഉണ്ടാക്കാം. ചേച്ചി വേണ്ട ചേച്ചി, എനിക്ക് വിശപ്പില്ലായിട്ടാ. വിശപ്പില്ല തന്നെ വന്നോളൂ. നീ വന്നേ. ഞാൻ വന്നു. ആഹാ, വന്നോ? സമയത്ത് ഭക്ഷണം കഴിക്കില്ല, ഇനി എവിടെയെങ്കിലും പോയി തലയും കറങ്ങി വീഴണം. എന്തിനാ അമ്മ എന്നെ വെറുതെ വഴക്ക് പറയുന്നേ? ഞാൻ വെറുതെയാണ് പറയുന്നേ. സമയത്തായി പോയിട്ട് അരമണിക്കൂറിലേ ആയുള്ളമ്മേ. അതിന് സമയത്തിനൊന്നും ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്നുണ്ടോ? ഇതെന്താ സംഭവം? മോൾ ടെൻഷൻ അടിക്കണ്ട, ഇത് എനിക്കുള്ള ഡോസാ. ചെറിയ മക്കളുടെ ഡോസോ? അതേടോ, ഞാനിന്ന് ചെറുതായിട്ടൊന്ന് തലയിറങ്ങി വീണു, അതിൻ്റെ കേൾക്കുന്നേ. അയ്യോ, എന്നിട്ട് ചെറിയ മക്കൾ നീ പറ്റിയോ? ഇല്ല പൊന്നെ, ഒന്നും പറ്റിയില്ലെന്നോ? എന്നിട്ടാണ് ഒരു കുപ്പി ഗ്ലൂക്കോസും കയറ്റി ഹോസ്പിറ്റലിൽ കിടന്നേ. എൻ്റെ പൊന്നു ചേച്ചി, ഡോക്ടർ പറഞ്ഞു ടെൻഷൻ അടിക്കാൻ മാത്രമൊന്നുമില്ലാന്ന്. BP കുറച്ച് ലോ ആയി കണ്ടുകൊണ്ട് ഗ്ലൂക്കോസ് കയറ്റിയതാ. എന്നാലും ഇതെല്ലാം കേൾക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് ടെൻഷൻ ആവില്ലേ? അതുകൊണ്ട് തന്നെ ചേച്ചി ഞങ്ങൾ കരുതി ആരോടും പറയണ്ടാന്ന്. ചേച്ചിയുടെ ടെൻഷനൊന്നും എടുക്കണ്ട, ഞാനിപ്പോൾ ഓക്കെയാണ്. വാ ചിപ്പി, വന്ന് കഴിക്കേ, നിനക്കും കൂടി ഞാൻ വിളമ്പിയിട്ടുണ്ട്. ശരി അമ്മേ. അമ്മ ചേച്ചിക്ക് എന്തിനാ ഇത്ര എടുത്തേ? ഒരു കുഞ്ഞു കോപ്പി എടുത്താ പോരായിരുന്നോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ചേച്ചി ആകെ അത്രയല്ലേ കഴിക്കൂ? ഞാൻ ആകെ അത്രേ കഴിക്കുന്നു. നിന്നോട് ആരാ പറഞ്ഞേ? ആരും പറയണ്ടല്ലോ, ഉണ്ണിയെ കണ്ടത് അറിഞ്ഞൂടെ? എന്തറിയാന്ന്? ഒന്നില്ലേ? ദേ ചിന്നു, അടങ്ങിയിരുന്നേ. അവൾക്ക് അങ്ങനെ തന്നെ വേണം. അധികം കളിക്കണ്ട, നിന്നോട് കൂടിയാ പറഞ്ഞേ. അതിന് ഞാൻ നമ്മ ചെയ്തേ? അവളല്ലേ തുടങ്ങിയേ. ആരായാലും രണ്ടും രണ്ടായിന്ന് കിട്ടും. മര്യാദയ്ക്ക് ഫുഡ് കഴിച്ചേ. അല്ലെങ്കിൽ അമ്മ അവളുടെ സൈഡാണല്ലോ. ചിപ്പി, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. നീ പോയിരുന്ന് കഴിക്കുന്നുണ്ടല്ലോ? ആ, പോന്നാണ്. അമ്മ കഴിക്കുന്നില്ലേ? വാ അമ്മ, എൻ്റെ കഴിക്കാം. ഇല്ലമ്മേ, അമ്മ എൻ്റെ കഴിച്ചാൽ മതി. ഇല്ല, അമ്മ എൻ്റെ കഴിച്ചോളൂ. അമ്മ പറയാമ്മേ, അമ്മ എൻ്റെ അകത്തുനിന്ന് കഴിക്കൂ. ദൈവമേ, ഇതിന് നിങ്ങൾ അടിയാണോ? എനിക്ക് വേണ്ടത് ഞാൻ പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ തന്നെ കഴിച്ചോളാം. നിങ്ങൾ രണ്ടാളും വേഗം നിങ്ങളുടെ പ്ലേറ്റിലുള്ള തീർക്കാൻ നോക്കിയട്ടെ.